ഇരകളെ അവർക്ക് നീതി നിഷേധിക്കുകയും പ്രതികൾക്ക് വേട്ടയാടുന്നവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. നമ്മുടെ കേരളം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വേദനയിലാണ്, കടുത്ത നിരാശയിലാണ്, പ്രതിഷേധത്തിലാണ്. വയനാട്ടിലെ നമ്മുടെ ഒരു വിദ്യാർത്ഥി, തിരുവനന്തപുരം സ്വദേശിയായ ഒരു വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ക്യാമ്പസിൽ ക്രൂരമായ വിചാരണ നേരിട്ട് അവിടെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം. സിദ്ധാർത്ഥ് എന്ന ചെറുപ്പക്കാരൻ പ്രതീക്ഷകളുടെ, സ്വപ്നങ്ങളുടെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രതീകമായ സിദ്ധാർത്ഥ് എന്ന ഒരു വിദ്യാർത്ഥി അവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം ഈ നാടിനെ ഞെരുക്കിയ സംഭവമാണ്. ഈ നാടിനെ തീരാ കളങ്കമുണ്ടാക്കിയ സംഭവമാണ്. ആ കൊലപാതകം നടന്നത് എങ്ങനെയാണ് എന്നത്, ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് എന്നത് ഇന്ന് കേരളത്തിൽ വലിയ ഒരു വാർത്തയായി മാറിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഒരു വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി സംഘടന, അവരുടെ പേര് SFI, അവരുടെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, ഇതാണ് ആ സംഘടനയുടെ മുദ്രാവാക്യം. അവരുടെ പ്രസംഗങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്, ജനാധിപത്യ പോരാട്ടങ്ങളെക്കുറിച്ചാണ്, നീതി നിഷേധത്തെക്കുറിച്ചാണ്. പക്ഷേ ആ സംഘടന ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഭീകര സംഘടനയായി മാറിയിരിക്കുകയാണ്. ഒരു ചെറിയ ഭീകരതയല്ല, നമ്മുടെ നാടിനെ ഏറ്റവും ഭീകരതയിലേക്ക് തള്ളിവിടുന്ന, ലോകത്തെ അറിയപ്പെടുന്ന ഒരു ഭീകര സംഘടന പോലെ കലാലയങ്ങളെ കലാപഭൂമിയാക്കുന്ന SFI എന്ന സംഘടന ഇന്ന് നമ്മുടെ നാടിന് കേരളത്തിന് അപമാനമായി മാറിയിരിക്കുകയാണ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ദിവസങ്ങളോളം തടങ്കലിട്ടതുപോലെ 3-4 ദിവസക്കാലം അതിക്രൂരമായി മർദ്ദിച്ച് വെള്ളം പോലും കൊടുക്കാതെ ക്രൂരമായി കൊല ചെയ്യുന്ന സംഭവം നമ്മുടെ നാടിനെ ഞെട്ടിച്ചിരിക്കുന്നു. നമ്മുടെ നാട് ഭീതിയിലാണ്ടിരിക്കുന്നു. അതിൽ കൊല ചെയ്തവരെല്ലാം SFIയുടെ നേതാക്കന്മാർ, കോളേജ് യൂണിയന്റെ ഭാരവാഹികൾ, SFIയുടെ ഭാരവാഹികൾ, അറിയപ്പെടുന്ന SFIയുടെ പ്രവർത്തകർ, അവിടെ 130ഓളം വരുന്ന കുട്ടികൾ നോക്കി നിൽക്കെ പരസ്യ വിചാരണ നടത്തി ക്യാമ്പസിൽ വെച്ച് അതിക്രൂരമായി ജലപാനം പോലും നൽകാതെ കൊന്നൊടുക്കിയ സംഭവം നമ്മുടെ നാട് വലിയ വേദനയോടെ നോക്കിക്കാണുന്നു. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ക്യാമ്പസിൽ മാത്രമല്ല, കേരളമെമ്പാടും പ്രതിഷേധം ഉയർമ്പോഴും അതിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, പൂർണ്ണമായും കൊണ്ടുവരാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല, പോലീസിന് കഴിയുന്നില്ല. മറിച്ച് പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് കേരളത്തിലെ പോലീസ് സ്വീകരിച്ചു വരുന്നത്. അതിൽ നടപടിയെടുക്കേണ്ട കോളേജ് അധികാരികൾക്കെതിരെ, ഡീൻ ഉൾപ്പെടെയുള്ള അധികാരികൾക്കെതിരെ, ഹോസ്റ്റൽ വാർഡനായ ഡീൻ ഉൾപ്പെടെയുള്ള കോളേജ് അധികൃതർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ, നിയമപരമായി അവരെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ്, സഹായകരമായ നിലപാടാണ് കേരളത്തിലെ പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പരാതിയായി കേരളമാകെ ഉയർന്നു വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കന്മാർ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസിന് ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ച്, സത്യസന്ധമായി അന്വേഷിച്ച് നിയമപരമായി നടപടിയെടുക്കാൻ സാധിക്കില്ല. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മുൻകാലങ്ങളിലെ കേസുകളിലും യാതൊരു നടപടിയും
സമാനമായ കേസുകളിൽ കേരള പോലീസിന് കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഇവിടെയും പ്രതികൾ എസ്എഫ്ഐക്കാരായതുകൊണ്ട് അതിന് കൂട്ടുന്നത് ഇടതുപക്ഷ അനുകൂല അധ്യാപക സംഘടനാ ഭാരവാഹികളായതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തെളിവുകൾ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കേരള പോലീസ് നടത്തിയാൽ അത് നീതി ഉറപ്പുവരുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നീതി ഉറപ്പുവരുത്താൻ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണം സിബിഐ അന്വേഷിച്ചാൽ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിലുള്ള സ്വതന്ത്രമായിട്ടുള്ള സുതാര്യമായ ഒരു അന്വേഷണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ആവശ്യമാണ് ഏറ്റവും പ്രധാനമായും നമ്മുടെ നേതാക്കളും കേരള സമൂഹവും പൊതുസമൂഹവും നമ്മുടെ നാടും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി കൊല ചെയ്തപ്പോഴും നടപടി സ്വീകരിക്കാത്ത, അതിന് മൗനാനുവാദം നൽകിയ, മാത്രമല്ല പ്രതികളെ സഹായിക്കാൻ കേസില്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുൽസിതമായ മാർഗങ്ങളിലൂടെ, നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ അതിനെ സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന ഡീൻ ഉൾപ്പെടെയുള്ള കോളേജ് അധികാരികൾക്കെതിരെ കേസെടുക്കണം. അവരെ കേസിൽ കക്ഷികളാക്കണം. അവർക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തണമെന്നുള്ളതാണ് നാം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന കാര്യം ഇവിടെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കേരളത്തിലെ ഭരണകൂടം കഴിഞ്ഞ നാളുകളിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും, ഓരോ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും, ഓരോ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോഴും ആ കേസുകളിലെല്ലാം തന്നെ പ്രതികളെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് എസ്എഫ്ഐക്കാർ, ഡിവൈഎഫ്ഐക്കാർ, സിപിഎംകാർ പ്രതികളാകുന്ന എല്ലാ കേസിലും ഏകപക്ഷീയമായി പ്രതികളെ സഹായിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊയിലാണ്ടിയിൽ കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ തന്നെ നേതാവ് കൊല ചെയ്യപ്പെട്ട സംഭവമുണ്ടായി. അങ്ങനെ ഇവിടെയൊക്കെ ഏതൊക്കെ സംഭവങ്ങളുണ്ടായാലും പ്രതികൾ എസ്എഫ്ഐക്കാരായാൽ, ഇടതുപക്ഷക്കാരായാൽ, ഭരണാനുകൂല സംഘടനക്കാരാണെങ്കിൽ അവരെ വഴിവിട്ട് സഹായിക്കുന്ന, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്ന എല്ലാ കൊലപാതക കേസുകളിലെയും പ്രതികളെ മഹത്വവൽക്കരിക്കുന്ന സമീപനം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. നമുക്ക് അത്ഭുതമില്ല. ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായി മുന്നോട്ട് പോകുമ്പോൾ ഈ മുഖ്യമന്ത്രിയിൽ നിന്നും നാം ആരും കൂടുതലായി കണ്ണൂരുകാർ പ്രതീക്ഷിക്കുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ശൈലിയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഭരണരംഗത്തെ ഇടപെടലിനെക്കുറിച്ച് നന്നായി അറിയുന്നവരാണ് കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ. നമുക്കറിയാം കണ്ണൂരിലെ എല്ലാ കൊലപാതകങ്ങളിലും ഒരു ഭാഗത്ത് സിപിഎമ്മാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ഫാസിസ്റ്റ് സംഘടന എന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് അറിയപ്പെടുന്നത് ആർഎസ്എസും ബിജെപിയുമാണ്. പക്ഷെ കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നത്, ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, ഈ നാട്ടിൽ അരാജകത്വമുണ്ടാക്കാൻ ഏറ്റവും അധികം ശ്രമിക്കുന്ന പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അതിന് രണ്ടഭിപ്രായമില്ല. അത് രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, പൊതുസമൂഹം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് ഉത്തര മലബാറിൽ, കണ്ണൂരിൽ മാത്രമല്ല, കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തെ ക്യാമ്പസുകളിലേക്ക് വ്യാപിപ്പിച്ചതിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതാക്കന്മാരാണ്, പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള നേതൃത്വമാണ്, പാർട്ടിയുടെ ക്രിമിനൽ സംഘമാണ് നമ്മുടെ നാടിനെ ഈ കലാപത്തിലേക്കും അക്രമത്തിലേക്കും അരാജകത്വത്തിലേക്കും കൊലപാതകത്വത്തിലേക്കും തള്ളിവിടുന്നത് എന്ന കാര്യം നമുക്ക് വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ശ്രീ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ചുമതലയേറ്റെടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് ആർക്കും നീതി കിട്ടില്ല എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു, അല്പമെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു. ഒരു ഭരണകൂടം എന്ന നിലയിൽ, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന നിലയിൽ നമുക്ക് ഈ നാട്ടിൽ ന്യായമായി ചെയ്യേണ്ട ഏറ്റവും മിനിമം കാര്യങ്ങളെങ്കിലും ഈ ഗവൺമെന്റിൽ നിന്നും
ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റുപറ്റിയിരിക്കുകയാണ്. ഇവിടെ ഇരകളെ വേട്ടയാടുന്ന ഒരു സർക്കാരാണ് ഈ ഗവൺമെന്റ് എന്ന് വീണ്ടും തെളിയിച്ച സംഭവമാണ് ഈ സംഭവം. ശ്രീ സിദ്ധാർത്ഥിന്റെ കൊലപാതകികളെ കണ്ടെത്തുന്നതുവരെയുള്ള, അവരെ തുറങ്ങിലടയ്ക്കുന്നവരെയുള്ള, അവർക്ക് നിയമപരമായി നൽകാൻ കഴിയുന്ന ശിക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് കുട്ടികളെ അയക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, അതിൽ രാഷ്ട്രീയമില്ല, അവരെല്ലാം തന്നെ ആശങ്കയുടെ നിറയിലാണ്, ആശങ്കാകുലരാണ്. അവരെല്ലാം തന്നെ വളരെയേറെ ഭയത്തോടെയാണ് നമ്മുടെ കുട്ടികളെ കോളേജുകളിലേക്ക് അയക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പോലും സമാനമായ സംഭവങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മട്ടന്നൂർ പോളിടെക്നിക്കൽ സംഭവങ്ങളുണ്ടായി. അതുപോലെ തന്നെ വിവിധങ്ങളായ ക്യാമ്പസുകളിൽ വളരെയേറെ പ്രശ്നങ്ങളുണ്ടായി. അവിടെയെല്ലാം SFIക്കാരാണ് അക്രമത്തിന്റെ വഴിയിലൂടെ നീങ്ങുന്നത്. KSUവിന്റെ പ്രവർത്തകരെ, എതിർ രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാം ക്യാമ്പസുകളിൽ ക്രൂരമായി അഴിച്ചൊതുക്കുന്ന, അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, അവർക്കെതിരെ അക്രമം നടത്തുന്ന SFIയുടെ അക്രമതാണ്ഡവം കണ്ണൂർ ജില്ലയിലെ ക്യാമ്പസുകളിലും അത് അതിരൂക്ഷമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ, ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനു വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പൊതുസമൂഹത്തിന്റെ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ കക്ഷി രാഷ്ട്രീയമില്ല. നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ പഠിക്കാനാണ് അവർ പോകുന്നത്. അവർ സ്വതന്ത്രമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സന്ദർഭത്തിൽ, ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. വിവിധ ക്യാമ്പസുകളിൽ, കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ നിരവധിയായ ക്യാമ്പസുകളിൽ SFI നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം വളരെ ഭീതിജനകമാണ്. നമ്മുടെ കിഴക്ക് കുട്ടികൾ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മുടെ കുട്ടികൾ വിദേശങ്ങളിലേക്ക് പോവുകയാണ്, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. ഇത് വലിയ ഒരു ദുരന്തമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നുവരുന്ന ഒരു പ്രത്യേകമായ പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്, വളരെ പ്രത്യേകമായ ഒരു കാലഘട്ടമാണ്, പ്രത്യേക സാഹചര്യങ്ങളാണ്. അതിന് സർക്കാരിന്റെ പിന്തുണ, ആ പിന്തുണ ഇവിടെ ആക്രമിക്കുന്നവർക്ക് മാത്രമാകുന്നത്. ഇരകളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം. സുതാര്യമായ നടപടികൾ ആവശ്യമാണ്. ക്യാമ്പസുകളിൽ ആ സുതാര്യത ഉറപ്പുവരുത്താൻ, അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിരീക്ഷണ സമിതികൾ നമ്മുടെ ക്യാമ്പസുകളിൽ അത് നിലവിൽ വരേണ്ടിയിരിക്കുന്നു. അതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള സംവിധാനം നമ്മുടെ ക്യാമ്പസുകളിൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കുമ്പോഴും അവിടെ അക്രമം ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ ക്യാമ്പസുകളിൽ ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ആവശ്യം അതിശക്തമായി വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും പൊതുജന സംഘടനകളും മുന്നോട്ട് വയ്ക്കണമെന്ന ഒരാവശ്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുകയാണ്. ഇവിടെ ഏറ്റവും അവസാനമായി കിട്ടിയിരിക്കുന്ന വിവരം നമുക്കറിയാം. ഈ വിഷയത്തിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBIക്ക് ഈ കേസ് വിടാൻ തയ്യാറാണ് എന്ന മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഏറ്റവും വൈകി കിട്ടിയിരിക്കുന്ന വാർത്ത. ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. ആ തീരുമാനം പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് വേണ്ടി അടിയന്തരമായ എല്ലാ നടപടികളും, പോലീസിന്റെ നിയമപരമായ എല്ലാ സഹകരണവും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അടിയന്തര നടപടികൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആരംഭിക്കാൻ അടിയന്തര സ്വഭാവത്തോടുകൂടി പ്രത്യേകമായ നിയമങ്ങൾ തന്നെ ഉണ്ടാക്കി അതിനാവശ്യമായ കൂച്ചുവിലങ്ങിടാൻ തയ്യാറാകണമെന്നും, അതുപോലെ തന്നെ ഇതുപോലെ ഏകപക്ഷീയമായ അക്രമങ്ങൾ നടത്തുന്ന SFIയെ നിലയ്ക്ക് നിർത്താനും നിയന്ത്രിക്കാനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകണമെന്നും ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. ഈ 24 മണിക്കൂർ സമരം ഇവിടെ അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരുടെ തീരുമാനങ്ങൾ വരുന്നതുവരെ ഈ സമരപരിപാടിയുമായി നാം മുന്നോട്ട് പോകും. ഈ സമരം വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും അമ്മമാരുടെയും മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ നമ്മുടെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുള്ള അവരുടെ മനസ്സുകൊണ്ടും അവരുടെ എല്ലാ അർത്ഥത്തിലും പിന്തുണയുള്ള ഒരു ജനകീയ സമരമാണ്
ഇന്ന് കണ്ണൂർ കളക്ടറേറ്റിന്റെ മുന്നിൽ നടക്കുന്ന ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി, ഈ ഉപവാസ യജ്ഞം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.